ചെമ്പിക്കൽ പരിധിയിൽ ലോറി ക്വാറി കുളത്തിലേക്ക് വീണു. ലോറിയിൽ ഒരാൾ കുടുങ്ങിയിട്ടുണ്ട്. ഇയാളെ പുറത്തെടുക്കാൻ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ശ്രമം തുടരുകയാണ്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുന്നു. മുബഷീർ, ഇപ്പോൾ എത്ര സമയമായി ഈ ലോറി ഈ കുളത്തിൽ വീണിട്ട്? ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ലോറി ഈ ക്വാറിക്കുളത്തിൽ വീണിട്ട് ലോറിയിൽ നിന്നും നേരത്തെ ഡ്രൈവറെ പുറത്തെടുത്തിരുന്നു. അദ്ദേഹത്തിന് പരിക്കുകളുണ്ട്, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡ്രൈവറുടെ കൂടെയുണ്ടായിരുന്ന വണ്ടിയിലുണ്ടായിരുന്ന ക്ലീനർ ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ഈ ലോറിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതൊരു ആളൊഴിഞ്ഞ മേഖലയിലുള്ള ഒരു ക്വാറിയാണ്. ക്വാറിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കുളം പോലെയുള്ള മേഖലയാണ്. സാധാരണഗതിയിൽ വെള്ളമൊക്കെ തന്നെ എടുക്കുന്ന ഒരു മേഖലയാണ്. മറ്റ് കുളി പോലെയുള്ള ആവശ്യങ്ങൾക്കൊന്നും തന്നെ നാട്ടുകാർ അങ്ങോട്ടേക്ക് പോകാറില്ല. അതുകൊണ്ട് തന്നെ ആഴമേറിയ മേഖലയാണ്. പലചരക്ക് പോലെയുള്ള വസ്തുക്കളുമായി ആ മേഖലയിലൂടെ കടന്നു പോകുന്ന വലിയൊരു ലോറിയാണ് ഈ ക്വാറിയിലേക്ക് വീണത് എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദവനാട് ഊരോത്ത് പള്ളിയാലിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രൈവറുടെ കൂടെ ഉണ്ടായിരുന്ന ക്ലീനറാണ് ഇപ്പോൾ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നാട്ടുകാരുടെയും അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ടോ മുബഷീർ? വളരെ സജീവമായിട്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്നയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഊർജിതമായിട്ടുള്ള പ്രവർത്തനം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആഴമേറിയ മേഖലയാണ്, ഒറ്റപ്പെട്ടൊരു മേഖലയാണ്. ഈ കുളത്തിന്റെ ഒരു ഭാഗത്ത് മാലിന്യങ്ങളൊക്കെ തന്നെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴമേറിയ കുളമായതുകൊണ്ട് തന്നെ ഈ ലോറി താഴ്ന്നിറങ്ങിപ്പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവിടെയുള്ള സന്നദ്ധ സംഘടനയിൽപ്പെട്ട മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ കുളത്തിലിറങ്ങി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും ഊർജിതമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? പ്രവർത്തനക്ഷമമായ ക്വാറിയാണോ ഇത്? അപകടം സംഭവിച്ചത് ലോറിയുടെ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞതാകാം അപകടത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. സ്വാഭാവികമായിട്ടും ഒരു മേഖലയിലൂടെ കടന്നു വരുന്ന ലോറി അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ബ്രേക്കിൽ എന്തെങ്കിലും തകരാർ സംഭവിച്ചതാകാം ഈ വെള്ളക്കെട്ടിലേക്ക് വീഴാൻ കാരണമായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടനെ തന്നെ ലോറിയിൽ അകപ്പെട്ടിരുന്ന 2 പേർ, ഡ്രൈവറും ഡ്രൈവറോടൊപ്പം ഉണ്ടായിരുന്ന ക്ലീനറും, ഡ്രൈവർ ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തുന്നു. ഡ്രൈവർക്ക് ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡ്രൈവറുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോഴും ലോറിയിൽ അകപ്പെട്ട് കിടക്കുന്നത്. ലോറിയുടെ ഭാഗങ്ങളൊന്നും തന്നെ മുകൾ ഭാഗത്ത് നമുക്ക് കുളത്തിന്റെ മുകൾ ഭാഗത്തൊന്നും കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തിരൂരിൽ നിന്നുൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് കിടക്കുന്ന ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആ വ്യക്തിയെ രക്ഷപ്പെടുത്താനുള്ള ഊർജിതമായിട്ടുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു ക്വാറി തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ആ മേഖലയിലൂടെ ആളുകൾ തന്നെ ഈ ക്വാറിയുടെ കുളമൊന്നും തന്നെ ആ രീതിയിൽ ഉപയോഗിക്കാത്തതാണ്. അവിടെ മോട്ടോറൊക്കെ തന്നെ വെച്ച് വെള്ളം ഉപയോഗിക്കാറുണ്ട്, മറിച്ച് മറ്റു സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഉപയോഗിക്കാത്ത കുളമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബ്രേക്ക് തകരാറിലായി അങ്ങനെ കുളത്തിലേക്ക് വീണതാക്കാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും ഏറെ നേരമായി ഈ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഊർജിതമായിട്ടുള്ള ശ്രമം ഈ കുടുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉൾപ്പെടെ അവർ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നുണ്ട്, പോലീസ് സേന എത്തിയിട്ടുണ്ട്, കൂടുതൽ നാട്ടുകാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മുബഷീർ, ആദ്യഘട്ടത്തിൽ ഈ അപകട വിവരം അറിഞ്ഞത് നാട്ടുകാരാണ്. അവരുടെ സമയോചിത ഇടപെടലാണ് ആ ഡ്രൈവറെങ്കിലും എത്രയും വേഗം രക്ഷിക്കാൻ സാധിച്ചത്, അല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ലോറിയുടെ ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അദ്ദേഹത്തിന് ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. കൂടെയുണ്ടായിരുന്ന വ്യക്തിയും രക്ഷപ്പെടുത്താനുള്ള ശ്രമം നാട്ടുകാർ നടത്തിയെങ്കിലും അപ്പോഴേക്കും ലോറി താഴ്ഭാഗത്തേക്ക്, വെള്ളക്കെട്ടിന്റെ താഴ്ഭാഗത്തേക്ക് മുങ്ങിത്താഴ്ന്നു പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ പ്രവൃത്തി തന്നെയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഊർജിതമായിട്ടുള്ള ശ്രമമുണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വെച്ചു പുലർത്തുന്നുണ്ട്. കാരണം ഈ ഭാഗം അറിയുന്ന ആളുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ, അതായത് ഈ ക്വാറിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുളം പോലെയുള്ള പരിസരമൊക്കെ തന്നെ അറിയുന്ന പരിസരവാസികളുടെ സഹായത്തോടു കൂടിയുള്ള ഒരു തെരച്ചിൽ, ആ വിധത്തിലുള്ള തെരച്ചിൽ തന്നെയാണ് ഈ കുളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ മുങ്ങൽ വിദഗ്ധർ പോലെയുള്ള ആളുകൾ വെള്ളത്തിലിറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. അവരുടെ ദൗത്യത്തിന് ഇപ്പോൾ തടസ്സമായിട്ടുള്ളത് ആ മേഖലയിലൊക്കെ തന്നെ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ പോലെയുള്ള വസ്തുക്കളാണ്. അത് വലിയ തോതിൽ ഈ കുളത്തിന്റെ ഒരു ഭാഗത്തേക്ക് അടിഞ്ഞുകൂടിയിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഇറങ്ങി തെരച്ചിൽ നടത്തുമ്പോൾ അവരുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ലോറിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ വിധത്തിലുള്ള രക്ഷാപ്രവർത്തനമായിട്ട് തന്നെയാണ് മുബഷീർ. നല്ല ആഴമുള്ള കുളമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും നല്ല ആഴമേറിയ കുളം തന്നെയാണിത്. സാധാരണഗതിയിൽ ആ മേഖലയിലെ പ്രദേശവാസികളൊന്നും തന്നെ ഉപയോഗിക്കാത്തൊരു കുളമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാകാം ആ മേഖലയിൽ ലോറി ആ വിധത്തിൽ ആഴത്തിലേക്ക് മുങ്ങിത്താഴ്ന്നു പോണപ്പോൾ ആദ്യഘട്ടത്തിൽ അതിൽ ഉള്ളിലകപ്പെട്ടയാളെ പുറത്തെടുക്കാൻ സാധിക്കാതെ പോയതും അതുകൊണ്ട് തന്നെയാകാം. എങ്കിലും നാട്ടുകാർ ഉടനെ തന്നെ, അതായത് ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഉടനെ തന്നെ നാട്ടുകാർ ഓടിക്കൂടുന്നു. അവിടെ വാഹനം ഈ വിധത്തിൽ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ടെന്ന് ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ അറിയിക്കുന്നു. ആ മേഖലയിൽ ഉണ്ടായിരുന്ന നീന്തലറിയുന്ന ആളുകളൊക്കെ തന്നെ കുളത്തിലേക്ക് ഇറങ്ങുന്നു. കുളത്തിലേക്ക് ഇറങ്ങി ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറെ അതിവേഗം രക്ഷപ്പെടുത്തുന്നു. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഡ്രൈവറുടെ കൂടെയുണ്ടായിരുന്ന ലോറിയിലുണ്ടായിരുന്ന ക്ലീനറാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ലോറി ഈ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ ഘട്ടത്തിൽ, അതായത് വലിയ താഴ്ചയാണത്, ആ മേഖലയിലേക്ക് മറിഞ്ഞ സമയത്ത് ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അതിന്റെ ഉപകരണങ്ങളൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ച് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ആഴത്തിലേക്ക് നീന്തിയിറങ്ങി ചെന്നുകൊണ്ട് ലോറിയുടെ ഈ തകർന്ന ഭാഗങ്ങളൊക്കെ തന്നെ ആ മേഖലയിൽ നിന്ന് മാറ്റിയതിനു ശേഷമായിരിക്കും അദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ദൗത്യകരമാണ്, ശ്രമകരമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഡ്രൈവറെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൂടെയുള്ള ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം തുടരുന്നു. ആ മേഖലയെ അറിയുന്ന ആളുകളുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ ഒരിടത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. വലിയ ഒരു കുളം പോലെയുള്ള ഇടമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ ദൃശ്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. മാലിന്യമൊക്കെ തന്നെ കുമിഞ്ഞുകൂടി നിൽക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ അത് പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു കോറിയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏറെ പ്രയാസകരമായിട്ടുള്ളൊരു ദൗത്യമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. അത്ര വലിയ ഭാരമേറിയ ലോറിയൊക്കെ തന്നെ കാണാത്ത സ്ഥിതിയിലേക്ക് മുങ്ങിത്താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ താഴ്ഭാഗത്തെ അത്തരത്തിലുള്ള താഴ്ചയുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.